Hey guys, welcome back to our channel. So പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിയാട്ടോ. നമ്മുടെ നാടൻ സ്റ്റൈൽ ചിക്കൻ കറിയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് അടുപ്പിലൊന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ പുറത്ത് വിറകടുപ്പിലാണ് നമ്മൾ ഇന്ന് ചിക്കൻ വെക്കാൻ പോകുന്നത് കേട്ടോ, ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഡീറ്റെയിൽ എല്ലാം കാണാൻ പറ്റുള്ളൂ. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ചട്ടി നമ്മൾ തീയൊക്കെ പിടിപ്പിച്ചത് നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ കുറേ നാളായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 ദിവസമായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസം അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം കേട്ടോ വീഡിയോ ഇടാത്ത. അപ്പോൾ നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക്, അതുപോലെ തന്നെ എല്ലാം ഞാൻ ഇതിനകത്തേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ എണ്ണയൊക്കെ ചൂടായപ്പോൾ നമ്മൾ അതിനകത്തേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കറി ഉണ്ടാക്കുന്നത് നമ്മുടെ അച്ഛനാണ് കേട്ടോ. അപ്പോൾ അത് അച്ഛൻ്റെ കൈയാണ് അവിടെ കാണുന്നത്. അപ്പോൾ അത് നമ്മുടെ വിഭവങ്ങളൊക്കെ നമ്മളെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് വാട്ടാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഗ്യാസിൽ വെക്കണതിന് ഭയങ്കര എളുപ്പത്തിൽ നമ്മുടെ പണി കഴിഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഗ്യാസിലാണെങ്കിൽ കുറേ നേരം എടുക്കണ പോലെ തോന്നി, പക്ഷേ അടുപ്പത്ത് വെച്ചപ്പോൾ പെട്ടെന്ന് ചിക്കൻ കറി വെന്ത പോലെ തോന്നിയിട്ടാണ് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് അടുപ്പത്ത് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഫുള്ളായിട്ട് വീഡിയോ എല്ലാവരും കണ്ടാലേ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം മൂത്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മളപ്പോൾ അതേപോലെ അടി പിടിക്കാണ്ട് നോക്കണം, അത് കാരണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഷോർട്ടായിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളിത് ഇനി അടി കരിയാണ്ട് നമ്മൾ പതുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഗ്യാസെല്ലാം അടുപ്പായത് കാരണം നമുക്ക് പെട്ടെന്ന് തീ ഇതാവുന്ന കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാണ്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കണം. പിന്നെ ഞാനിവിടെ എടുത്തേക്കണം ഒരു 3 തക്കാളിയാണ് കേട്ടോ. അത് ഞാൻ മിക്സിയിൽ അരിഞ്ഞില്ല, മിക്സിയിൽ അടിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ അരിഞ്ഞതും ഉണ്ടായിരുന്നു, 2 തക്കാളി വേറെയും എടുത്തുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അപ്പം കൂടെ ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിനകത്തേക്ക് ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനെല്ലാം പോരായ്മ വന്നതൊക്കെ ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനല്ല, അച്ഛനാണ് ആഡ് ചെയ്യണത്.
പെട്ടെന്ന് തന്നെ നമ്മൾ ഗ്യാസിൽ വെക്കണേനും ഫാസ്റ്റായിട്ട് നമുക്കിത് വേഗം വെന്ത് കിട്ടിയാണ്. അതിൻ്റെ ഇപ്പോൾ സമയത്തുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കും. സോ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ലവ് യു ആൻഡ് ബൈ.